ആ നിത്യവിസ്മയനാദം നിലച്ചിരിക്കുന്നു. അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിൻ്റെ വിസ്മയം തീർത്ത സ്വരം. മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ, ഭാവഗായകൻ. 81 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. 5 പതിറ്റാണ്ടിനിടെ ആയിരക്കണക്കിന് ലളിത സുന്ദര ഗാനങ്ങൾ പാടിത്തീർത്ത് 81 വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ്. സിനിമാ ഗാനങ്ങളായും ലളിത ഗാനങ്ങളായും മലയാളത്തിൻ്റെ ഭക്തിഗാനങ്ങളായും ഒരു കാലഘട്ടത്തെ അനശ്വരമാക്കിയാണ് അദ്ദേഹം വിട പറയുന്നത്. 6 പതിറ്റാണ്ടിലേറെ മലയാളി പ്രണയിച്ചതും വിരഹത്താൽ വിതുമ്പിയതുമെല്ലാം ഈ ശബ്ദത്തിനൊപ്പമായിരുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തുപാടൂ എന്ന താരാട്ട് മുതൽ മലയാളിയുടെ പൂർണ്ണ ജീവിതചക്രം പാടിവെച്ചാണ് ആ മഹാപ്രതിഭ വിടവാങ്ങുന്നത്. പ്രസാദ് തുടരുന്നുണ്ട്. തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ വീട്ടിൽ പ്രസാദ് ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുന്നുണ്ടല്ലോ. വിവിധ പ്രമുഖരടക്കം വിവിധ ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വിവരങ്ങൾ. വീട്ടിലെ പൊതുദർശനം തുടരുകയാണ്. നിരവധി ആളുകൾ ഇവിടെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. വിവിധ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തും അതോടൊപ്പം തന്നെ ബന്ധുക്കളും അതോടൊപ്പം പ്രമുഖരുമായ വിവിധ മേഖലകളിലുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, അതോടൊപ്പം തന്നെ ഗാനമേഖലയിലെല്ലാം ഉള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് രാവിലെ മുതൽ തന്നെ മൃതദേഹം ഇവിടെ കൊണ്ടുവരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ വരി പോലും ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അത്രയേറെ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനുശേഷം 2 മണിക്കൂർ ഇവിടെ സംസ്കാരം പൊതുദർശനത്തിനായി തൃശ്ശൂർ സംഗീത നാടക അക്കാദമി ഹാളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ കണ്ണൂരാണോ മരണവിവരം അറിഞ്ഞ അവസാന ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ മലയാളിയും ഓർക്കണമാതിരി ശുദ്ധനായ വളരെ സാധു മനുഷ്യൻ, പാട്ടുകളുടെ തമ്പുരൻ. അതേ പറയാനുള്ളൂ. എപ്പോഴെത്തിയത്? ഇന്ന് രാവിലെ. ഇവിടെ തൊട്ട് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഗീതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഭാവഗായകൻ ഒന്നേ ഉള്ളൂ, അത് ജയേന്ദ്രനാണ്. അദ്ദേഹത്തിനെ വളരെയധികം പേഴ്സണലായിട്ടും വളരെയധികം ജാടകളില്ലാത്തൊരു മനുഷ്യൻ, തുറന്നൊരു പുസ്തകം പോലുള്ള ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനെ പറ്റി ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന് ഓരോ പാട്ടുകൾ നമ്മളിപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ടെലിവിഷൻ അങ്ങനെ പ്രചാരത്തിലായി തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പം നമുക്ക് എപ്പോഴും ആകാശവാണിയിലൂടെ ഒഴുകി വന്നിട്ടുള്ള ആ ഒരു പാട്ട്, അതിലെല്ലാ പാട്ടിൻ്റെ വരികളും സംഗീതം മുഴുവനും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എവിടെ നിന്നാലും ജയേന്ദ്രൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടിൻ്റെ വരികളും ഒരുപക്ഷെ എനിക്കറിയുണ്ടാവും. നമ്മളുടെ ഉള്ളിലുള്ള നമ്മൾ ഏത് സമയം നമ്മുടെ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പാട്ടുകൾ എല്ലാം അതെന്ന് വെച്ചാൽ ഭാവം ഉൾക്കൊണ്ട് പാടുന്നതുകൊണ്ടായിരിക്കും നമുക്കത് കൂടുതൽ ഹൃദയത്തിൽ തട്ടുന്നത്. അപ്പോൾ അദ്ദേഹം പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് ഹിറ്റ് അല്ലാതെ പോയിട്ടുണ്ടോ എന്ന് നോക്കി നോക്കൂ. ഇല്ല, അദ്ദേഹം പാടിയിട്ടുള്ള എല്ലാ ഗാനങ്ങളും ഹിറ്റുകളാണ്. ഒരു ഗാനം പാടിക്കഴിഞ്ഞാൽ അത് ഹിറ്റാണ്. അപ്പോൾ അതാണ് ജയേന്ദ്രൻ്റെ പ്രത്യേകത. ദൈവം സമാനമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പൻ ഭക്തി പോലെ തന്നെ അദ്ദേഹം ഈ ഒരു ഏകാദശിയുടെ മുഹൂർത്തം തുടങ്ങുന്ന ആ സമയത്താണ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത്. ഭഗവാൻ കൈപിടിച്ച് കൊണ്ടുപോയ പോലെ. ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ കൈപിടിച്ച് കൊണ്ടുപോയ പോലെ അല്ലേ ഈ വൈകുണ്ഠ ഏകാദശിയുടെ അന്ന് സ്വർഗ്ഗവാതിൽ ഏകാദശി പറഞ്ഞാൽ ഇന്ന് ഏകാദശി നോക്കുക, ഇന്ന് വിട പറയുന്ന ആൾക്കാർക്ക് സ്വർഗം എന്നാണ് പറയാം. അപ്പോൾ ആ ഏകാദശി തുടങ്ങുന്ന മുഹൂർത്തത്തിൽ അദ്ദേഹത്തിനെ കൈപിടിച്ച് കൊണ്ടുപോയി എന്നുള്ളൊരു പോലത്തെ ഒരു തോന്നലാണ് ഭക്തരുടെ ഉള്ളിൽ ശരിക്കുള്ളത്. ഫ്ലാറ്റിലാണ് തോന്നുന്നു, അടുത്ത് തന്നെ. അദ്ദേഹത്തിൻ്റെ അടുത്തല്ല, ഒരു ഹൈസ്കൂൾ സ്കൂളിൻ്റെ അടുത്തല്ല. ഒരുപാട് നഷ്ടമല്ലേ നമുക്ക്, ഇത്രയും നല്ലൊരു ഗായകനെ നഷ്ടപ്പെട്ടില്ലേ. നമ്മുടെ ചെറുപ്പകാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നക്ഷതങ്ങളിലെ പാട്ട്, കേവലമർത്തിയ ഭാഷ കേൾക്കാത്ത, എപ്പോഴും ഇങ്ങനെ ഓർക്കണത്. എല്ലാ പാട്ടുകളും നല്ല തന്നെ, എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മെച്ചം എല്ലാ പാട്ടുകളും അല്ലേ. അവിടെ അടുത്ത് തന്നെയാണ്, അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഭയങ്കര ദുഃഖകരമായൊരു വാർത്തയായിരുന്നു ഇന്നലെ. മലയാള സിനിമാ ശാഖയിലെ ആദ്യത്തെ വിരഹഗാനം പാടിയ ആളാണ്. കരിമുകിൽ കാട്ടിലെ
അത് ഇപ്പോഴും ആൾക്കാർ എവർഗ്രീൻ പാട്ടായിട്ട് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം മലയാള സിനിമ ഗാന ശാഖയ്ക്ക് നഷ്ടമാണ് ആളുടെ വിയോഗം. വ്യക്തിപരമായി അധികം അടുപ്പുണ്ടായിരുന്നില്ല. ചേട്ടനെ എപ്പോഴും കാണാറുണ്ട്. ഇവിടെ പോകുന്നതിന് നമ്മുടെ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളി വൈകുന്നേരം ഈവനിങ് വാക്കിനൊക്കെ വരുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണും, സംസാരിക്കും. അപ്പോൾ ഒരുപാട് വർത്തമാനം പറയും. ഇടയ്ക്കൊരു വലിയ പാട്ടുകാരനാണ് എന്നുള്ള ഭാവമൊന്നും ഒന്നുമില്ല. പുള്ളി ഒരു സാധാരണക്കാരൻ. പുള്ളി സാധാരണമായൊരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഇട്ടിട്ട് ഇങ്ങനെ റോട്ടിൽ നടക്കാറും. വൈകുന്നേരം 5 മണി ആ സമയം ഇറങ്ങും. ഒരു 6 വരെ ഇങ്ങനെ ചുറ്റി നടക്കും. ഒരു സഞ്ചി ഉണ്ടാവും മൂപ്പരിൽ, തോൾ സഞ്ചി ഉണ്ടാവും. അതിട്ട് ഇങ്ങനെ നടക്കും മൂപ്പര്. അപ്പോൾ എല്ലാവരോടും കാണുന്നവരോടൊക്കെ മൂപ്പര് അങ്ങനെ ഒരു ഭാവഗായകനാണെന്നുള്ള ഭാവങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷെ വളരെ ദുഃഖം പെട്ടെന്ന് കേട്ടപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു, നമുക്കുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 6 മാസം മുമ്പ് വരെ ഞങ്ങൾ കണ്ട് സംസാരിച്ചപ്പോഴും ആളെ പറഞ്ഞതേ കുഴപ്പമൊന്നുമില്ല, ശരിയാവും, അങ്ങനത്തെ ഒരു പുള്ളിയുടെ ഉള്ളിൽ ആത്മധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് ഇല്ലാണ്ടായിരുന്നു കേട്ടപ്പോൾ ഒരു ഷോക്കാണ്. നഷ്ടം തന്നെയാണ്, തീരാ നഷ്ടം തന്നെയാണ്. നമ്മളിപ്പോൾ ഇതിൽ നിൽക്കുന്നതിൽ വരി നിൽക്കുന്ന ആളുകളിൽ പല ഭാഗത്തു നിന്ന് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് കണ്ണൂരിൽ നിന്നൊരു അദ്ദേഹം ഇന്നലെ മരണവിവരം അറിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇന്ന് രാവിലെ ഇവിടെ എത്തി. അപ്പോൾ അത്രയേറെ അടുപ്പം. അല്ല, അത് കേരള ജനതയുടെ മനസ്സിൽ പതിഞ്ഞ പാട്ടുകളാണല്ലോ. കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് പതിഞ്ഞ പാട്ടുകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടൻ്റെ അപ്പം തന്നെ അത്ര തന്നെ പ്രതിഭയുള്ളൊരു, ഇന്നിപ്പോൾ പല ഇൻ്റർവ്യൂകളും കാലത്ത് ടി വിയിൽ കാണുമ്പോൾ ദാസേട്ടൻ്റെ അത്ര തന്നെ പ്രതിഭയുള്ളൊരു വ്യക്തിയും ദാസേട്ടൻ്റെ ആലാപന ശൈലിയാണ് പലരും പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും ജയേട്ടൻ്റെ ആലാപന ശൈലി പിന്തുടർന്ന് അതിൽ ഒരുപാട് മനോഹരമായ പാട്ടുകൾ ആലപിച്ച് ജനങ്ങളുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് എത്തിച്ചേർന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ദാസേട്ടൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ ആണ് ജയേട്ടനും മലയാളികളുടെ മനസ്സിൽ. അതെന്നും ഉണ്ടാവും, എന്നും അങ്ങനെ നിൽക്കും. അത് ചേട്ടൻ പോയി എന്നുള്ളൂ. ചേട്ടൻ്റെ വരികളും പാട്ടുകളും ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഞങ്ങളുടെ ഉള്ളിലുണ്ടാവും. അത് എന്നും ഉണ്ടാവും. ആ പാട്ടുകൾ അനശ്വരമായി തുടരും. എവിടെ നിന്നാണ് വരുന്നത്? രാവിലെ തന്നെ വന്നു. എന്താണ് നിങ്ങൾക്ക് ജയേന്ദ്രനെ കുറിച്ച് പറയുന്നത്? അവിടെ എൻ്റെ വീട് പോകുന്നത് തന്നെയാണ്. എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയത് അവിടെ. ആൾ ചെറുപ്പമെന്നെങ്കിലും ഇതുവരെ ആളെ കാണാൻ സാധിച്ചിട്ടില്ല എനിക്ക്. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ ഇത് വന്നപ്പോൾ ഓടിപ്പോന്ന് വന്നത്. ഇവിടെ ആഗ്രഹിച്ചിരുന്നു ആണ്, അതാണ്. ഇവിടെ തന്നെയാണ് ഞാൻ പോകുന്നത് തന്നെയാണ്. സാറിനെ എന്താ പറയുക, കാണുന്ന ഒരു വിശ്വസനീയല്ല. ഞാൻ ഓഫീസിൽ ഇരുന്നപ്പോൾ കണ്ടതാണ്. ആൾ ഒരു ടാക്സിൻ്റെ കാര്യത്തിന് എന്തോ കാര്യം പറഞ്ഞപ്പോൾ അവിടെ വന്നു. എന്നുവെച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മളൊരു സാധാരണ ഒരു ഉദ്യോഗസ്ഥയാണ്. പക്ഷേ ആളൊരു ഇത്രയും ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റായിട്ട് പോലും നല്ല ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഭാവമൊന്നുമില്ല. എന്നെ വേണ്ട എന്തെങ്കിലും സഹായം ചെയ്തു തരണം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടാം, സാറ് വിളിക്കും, അപ്പോൾ വേണ്ടത് ചെയ്തു തരണം എന്നൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നത്. പിന്നെ അങ്ങനെ മോളെ പരിചയപ്പെട്ടു. കോർപ്പറേഷനിലായിരുന്നു സൂപ്രണ്ടായിട്ട്. അപ്പോൾ മോളെ പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ മുഹമ്മദ് റഫിയാണ് അങ്ങോരെ പാട്ടെന്ന് പറഞ്ഞാൽ എന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല. ടി വിയിൽ കണ്ടിട്ട് ഒരിക്കലും അസുഖം ഇത്തിരി കൂടിയെന്ന് മോളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പിന്നെ ഭേദമായി എന്ന് പറഞ്ഞു, വന്ന് കാണട്ടെ എന്ന് വെച്ചപ്പോൾ അവിടെ ഇവിടെ ഇല്ല, അച്ഛനെ തീരെ വയ്യ. അപ്പോൾ അങ്ങനെ പിന്നെ ആ ഒരു അവസ്ഥയിൽ കാണാനൊരു മനസ്സുണ്ടായിരുന്നില്ല. ആൾ സെൽഫിയൊക്കെ എടുക്കാൻ ഒരു മടിയില്ലാത്ത നമ്മൾ ഒരുമിച്ചെടുത്തതാണ്. അതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് മലയാളത്തിൻ്റെ മുഹമ്മദ് റാഫി എന്നാണ് ആ അമ്മ പറഞ്ഞു വെക്കുന്നത്. നിരവധി ആളുകൾ ഇതുപോലെ അനുശോചനം രേഖപ്പെടുത്താനും ആദരാഞ്ജലി അർപ്പിക്കാനും എല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം ഈ വീടിൻ്റെ മുമ്പിൽ, പൂങ്ങുന്നത്തെ ഈ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നീണ്ട നിര. രാവിലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ഇവിടെ വന്ന് ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ വളരെ വിശദമായി മാധ്യമങ്ങളോട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചതാണ്. അത് ഇവിടെ വന്ന് ശേഷവും അദ്ദേഹം അത് പറയുന്നുണ്ട്. 58 വർഷത്തെ ബന്ധം. ഒരിക്കൽ പോലും ജയചന്ദ്രൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പലപ്പോഴും പലരോടും പിണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന ജയചന്ദ്രനെ കുറിച്ച് ശ്രീകുമാരൻ തമ്പി പറയുന്നത് അത്രയേറെ അടുപ്പമുണ്ടായിരുന്നു ഞങ്ങൾ. 58 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അങ്ങനെ പിണങ്ങേണ്ടി വന്നിട്ടില്ല. അത്രയും വളരെ വൈകാരികമായ ഒരു ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തന്നെ തീവ്ര വൈകാരികമായാണ്. ഞങ്ങൾ അടുത്ത് തന്നെ കാണുമെന്ന് ഒരു
അതിവൈകാരികമായി സംസാരിച്ച് നിർത്തുമ്പോൾ പോലും അദ്ദേഹം വിതുമ്പി പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹവും ഒരുമിച്ച് പാടിയ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള 200ഓളം ഗാനങ്ങളിൽ പകുതിയിലേറെയും സൂപ്പർ ഹിറ്റുകളായി മാറിയെന്ന് സന്തോഷത്തോടുകൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ 2 മണിക്കൂർ സമയമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമി ഹാളിലേക്ക് കൊണ്ടുപോകുക. അവിടെ നിന്നും 2 മണിക്കൂർ പൊതുദർശനം കഴിഞ്ഞ് വീണ്ടും ഈ പൊങ്കുന്നത്തെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. പിന്നീട് നാളെയാണ് സംസ്കാരത്തിനായി അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് ചേന്നമംഗലം തറവാട്ടിലേക്ക് കൊണ്ടുപോകുക.